ഉറങ്ങണോ? ഞാൻ ശല്യപ്പെടുത്തിയ ഇല്ലേ? ക്യാമറ ഓൺ ആയിട്ട് ഒന്നും പറയുന്നില്ല. ഉണ്ടായിരടാ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇത് അഴിച്ചു വിടുമ്പോ ഒരു ഇച്ചിരി കുഴപ്പമോട്ട. ഇപ്പൊ നാളെയാണ് ഡാഡി മമ്മീസിന്റെ വെഡിങ് ആനിവേഴ്സറി. എന്താണ് പറയാനുള്ളത്? നമുക്ക് എന്തൊരു ബർത്ത്ഡേ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും നമ്മള് അഗസ്ത്യപ്പൂ തോരൻ വെച്ച് ആഘോഷിക്കും. അഗസ്ത്യപ്പൂ, മുരിങ്ങയില, ചീര, നമ്മള് ഫേവറേറ്റ് സാധനങ്ങളാണ്. ഏകദേശം നാളെ ഇവരുടെ ഇതാട്ടോ വെൽഡിങ് ഇവര് രണ്ടുപേരുടെ വെൽഡ് ചെയ്ത ദിവസമാണ് ഇന്ന്. ഇവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകാം. പിന്നെ ഡ്രസ്സ് എടുക്കണ്ടേ? മഞ്ഞ ചുരിദാറ് 2 എടുത്തു. അത് ഒരു വർഷം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും ഓടുക. അത് നല്ല ചുരിദാറായിരുന്നു കേട്ടോ. നമ്മളെ വെഡിങ് 1 വർഷത്തിൽ നടത്തിയില്ല. അന്ന് ഞാൻ ഡെലിവറിക്ക് ഹോസ്പിറ്റലിലായിരുന്നു. ആ 1 വർഷം. ശരിയാ, നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല, ഹോസ്പിറ്റലായിരുന്നു. ശരി, അന്ന് ഡെലിവറി ഡേറ്റ് ഡെലിവറി ആയിരുന്നു. അന്നത്തെ ദിവസം പ്രസവം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന എല്ലാവർക്കും മുട്ടായി കൊടുത്തു. പക്ഷെ ഇത് അപ്പൊ നമ്മള് ആ കല്യാണ വർഷം അല്ല ഓർക്കുന്നത്. അപ്പൊ നമ്മള് കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ടുള്ള ആ ഒരു ഇതില് അത് മറന്നുപോയി. പ്രസവിച്ച് കഴിഞ്ഞ് എല്ലാരും പറഞ്ഞപ്പോഴാണ് ആനിവേഴ്സറി അന്ന് 15 ഡിസംബർ 15 അന്ന് ഓർത്തത്. കല്യാണം കഴിഞ്ഞ് 2 വർഷം തൊട്ട് പിന്നെ ആഘോഷിക്കുന്നു. 28, അതായത് 2022 വരെ ആഘോഷിച്ചു. നല്ല രീതിയിൽ ആഘോഷിച്ചു. അതിന്റെ ഞാൻ ഇന്നാൾക്ക് എന്റെ ഗൂഗിൾ ഫോട്ടോസ് എടുത്തപ്പോ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പണ്ട് പഴയ ഒരു കുറച്ച് ഫോട്ടോ അതിവിടെ കൊണ്ട് ഞാൻ ഇവിടെ എല്ലാം കൊടുക്കാം. അതായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മള് ലാസ്റ്റ് എല്ലാവരും കൂടെ ആഘോഷിച്ചത്. അല്ല, അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ആഘോഷിച്ചായിരുന്നു. എല്ലാ വർഷവും നമുക്ക് അന്നത്തെ ചാനലില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. നമ്മുടെ ഫാമിലി ഫുള്ള് എല്ലാരും വിളിച്ച് നമ്മൾ ആഘോഷിക്കും. അതൊന്നും നമുക്ക് എടുത്തു വയ്ക്കാനോ ഇപ്പോ ചാനലിടാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതും മുമ്പുള്ളത് മാത്രം 2022 തൊട്ട് അതുവരെ ഉള്ളൂ ആഘോഷം കഴിഞ്ഞു. പിന്നെ നമ്മള് കഴിഞ്ഞതിനും ചെറിയ രീതിയിലല്ലേ പറ്റുന്ന രീതിയിൽ നമ്മൾ ആഘോഷിച്ചു. കഴിഞ്ഞതിന് ഇവര് മൊത്തം കരച്ചിലും പിടിച്ചിലായിരുന്നു ഭയങ്കര. കഴിഞ്ഞ മോതിരം ഇല്ലായിരുന്നു ഗിഫ്റ്റ് അല്ലേ? അതെന്ത് ഇതല്ലായിരുന്നു? നമ്മളെ വെഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്നു വെച്ചോ. നമ്മളെ വെഡിങ് പക്ഷെ 2 കൂടെ വന്നതുകൊണ്ട് അങ്ങ് ആഘോഷിച്ചു പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അച്ഛനമ്മയും കൊണ്ട് പുറത്ത് പോയി ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാൻ കേട്ടോ. അളിയ രാത്രി വരും. അളിയന് ഇന്നൊരു കല്യാണം ഉണ്ട്. നമ്മുടെ പുൽക്കോട് എന്തായാലും ഭയങ്കര അടിപൊളിയാട്ടാ. പകല് കാണാനും നല്ല ഭംഗി, രാത്രി കാണാനും ഭംഗി. മെയിനായിട്ട് ഈ പുല്ലാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ്. ഈ ഒരു പച്ചപ്പ് വരുന്നതാണ് ഇത്രയും രസം കാണാൻ. ഞാൻ പണ്ട് ഉണ്ടാക്കുമായിരുന്നു ഈ മുട്ടക്കകത്ത് കണ്ണൊക്കെ വരച്ചിട്ട്. ലൈറ്റ് ഉണ്ടാക്കുമായിരുന്നു. ഏതാ? മറ്റേ ഇത് അതായത് സ്റ്റഡി ലാമ്പ്. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മറ്റേ 12 വോൾട്ട് മറ്റേ ഇതുണ്ടല്ലേ ഈ നമ്മുടെ ഈ ഇടുന്ന ഈ ഹാളിലൊക്കെ ഇടുന്ന ലൈറ്റ് ഉണ്ടല്ലേ മറ്റേ ചൂടുള്ള ഈ CFL അല്ല മറ്റേ 10 കിട്ടുന്ന ഉണ്ടാക്കുന്നല്ലേ, അതാണെങ്കിൽ കൊടുക്കുന്നത് ചൂടാ. ഞാൻ സ്റ്റഡി ലാമ്പ് ഉണ്ടാക്കിയിട്ട് ഈ ബൾബ് എടുത്തിട്ട് എന്നിട്ട് ഞാൻ മൂട്ടിയിരിക്കും. ഞാൻ വിയർത്ത് കുളിച്ച്. പക്ഷെ എനിക്കിതൊരു രസമാണ്, ഞാൻ ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട്. 2 വയറെടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ബാറ്ററി കൊടുത്താൽ ഞാൻ ഇലക്ട്രീഷ്യനായി. പിന്നെ എന്തിനാ അറിയാം, നന്നായിട്ടിരിക്കുന്ന റിമോട്ട് കാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് അതിന്റെ ലൈറ്റൊക്കെ എടുത്ത് മോട്ടറൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ എടുത്ത് കറങ്ങും. നിങ്ങൾ ഫ്രണ്ടിൽ കയറിക്കോ. ഫ്രണ്ടിൽ കയറ്. അമ്മ ഫ്രണ്ടിൽ കയറ്, ഞാൻ ഇന്ന് ബാക്കിൽ കയറാം. നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ അങ്ങ് ഇറങ്ങിപ്പോയതാണ്ട് ഇതുണ്ട്. ഇത് നമ്മുടെ അരി പൊടിപ്പിക്കുന്ന മില്ല. അതുകൊണ്ട് നമുക്ക് പുട്ടായില്ലേ അമ്മ ഡെയിലി. അതുകൊണ്ട് പുട്ടിനെ പറ്റിയിട്ടുള്ള എന്താണ് അഭിപ്രായം? ഇവര് രണ്ടുപേരും കൂടെ ഉടക്കാണ് കേട്ടാ. മെനങ്ങാതെ ഇന്നലെ ആയിരുന്നു പുട്ടിന്റെ പേരിൽ വഴക്കൂടിയില്ലേ? വീട്ടിൽ സത്യം പറഞ്ഞ പുട്ടുകാരന് ഇപ്പൊ നിവൃത്തിയില്ല. അതുകൊണ്ട് സത്യമായിട്ട് ഇവർ രണ്ടുപേരുടെ പുട്ടിന്റെ പേരിലാണ് വഴക്കൂടിയിരിക്കുന്നത്. ഞാൻ കാര്യം പറയാ. അതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. നിർത്തി. ഞാൻ പുട്ടുണ്ടാക്കുക നിർത്തി. ഇനി ജമ്മത്തി ഞാൻ പുട്ടുണ്ടാക്കൂല. കൊതിക്ക് ഒരേ പുട്ടും പഴവും കാണുമ്പോ ബിന്ദു ഇനി പുട്ട്
അങ്ങനെ രണ്ടുപേരും കൂടെ പുട്ടിന്റെ കേസിൽ വഴക്കൂടിയിട്ടിരിക്കുക കേട്ടോ. ഒരു പുട്ട് കാരണം ദാമ്പത്യ ജീവിതം തികയരുത് കേട്ടോ. പുട്ടല്ല, ദാമ്പത്യ ജീവിതം വലുത്. നമ്മുടെ ആട് 3ന്റെ ഷൂട്ടിംഗ് നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. തോന്നല്ല, ഷൂട്ടിങ്ങിന് പോണ വണ്ടി കേട്ടോ. മണ്ട കണ്ട സാധനമൊക്കെ ഇരിക്കുന്നത്. ഓ, ആട് 3 കിടലുമായിരിക്കുമല്ലേ. ഫസ്റ്റ് സെക്കൻഡ് സൂപ്പർ ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേന് ഒത്തിരി പേര് തിയേറ്ററിലൊന്നും അങ്ങനെ പോയി കണ്ടോന്നില്ല. അങ്ങനെയാണെങ്കിൽ സിംഹം സിനിമ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റിനെക്കാട്ടി സെക്കൻഡ് ആയിരുന്നു അടിപൊളി. അത് കഴിഞ്ഞ് പോയി 3 ഇറങ്ങിയപ്പോൾ ഡ്രസ് നോക്കാനായിട്ട് ഷോപ്പിലെത്തി കേട്ടോ. അല്ലെ അമ്മ സെലക്ട് ചെയ്തത് പുട്ടിന്റെ എംബ്ലം വെച്ചൊരു ഷർട്ട് ഉണ്ട് കേട്ടോ. പുട്ട് ഈ സൈഡിൽ പുട്ടും അപ്പുറത്ത് പഴവും. ചിരിക്കുന്ന എന്റെ വീട്ടിൽ എന്തോരം വിട്ടികളൊക്കെ നടക്കുന്ന ദൈവമേ. പുട്ടിന്റെ ഇത് ആലോചിക്കണോ അത് ഷർട്ട് പോകണോ? അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല. പുട്ടിനകത്ത് എന്തെങ്കിലും ചേർത്തായിരുന്നു അമ്മ. അച്ഛൻ അതിനുശേഷം വലുതായിട്ട് സംസാരിക്കുന്നില്ല. കരിയിലെ എഫക്റ്റ് ഉള്ള ഷർട്ട് കേട്ടോ അച്ഛൻ്റെ. ഇനി അച്ഛനെ കാണുമ്പോൾ പുട്ട് ഓർമ്മ വരുന്നത്. പുട്ട് എനിക്ക് മാത്രമല്ല ഇപ്പൊ ട്രോവ്, അച്ഛനും ഇപ്പൊ ട്രോവയാ പുട്ട്. ഇങ്ങനത്തെ വേണം എടുക്കാൻ. അച്ഛൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് എക്സൽ അല്ലേ അച്ഛൻ? ഇത് ഇടുമ്പോ സൂപ്പർ ആയിരിക്കും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, ഇട്ട് നോക്ക്, മേടിക്കണ്ട, ഇട്ട് നോക്ക്. നോക്കിയെങ്കിലല്ലേ അറിയൂ ഇത് കൊള്ളാവോ ഇല്ലെന്ന്. സൂപ്പർ അല്ലേ? ഇതത്ര പോരാ, ഇതത്ര പോരാ, ഒട്ടും കൊള്ളത്തില്ല. ഞാൻ ഒന്ന് ഇട്ട് നോക്കട്ടെ. ഈ ഒരു സാധനം കൊള്ളാൻ തോന്നുന്നു. നല്ല മെറ്റീരിയല് കൊള്ളാൻ തോന്നല്ലേ ഇത്? മെറ്റീരിയലും കൊള്ളാം, പ്രിന്റും കൊള്ളാം, രസമുണ്ട് കാണാൻ. അണ്ണമ്മയിലേറും തങ്കവടി വേലു കുന്നമ്മന്നെ. ഇപ്പൊ മൊത്തം ആ പാട്ടാമാ, ഇൻസ്റ്റയില് മൊത്തം ആ പാട്ടാണ്. മുരുകനാണ് ഇപ്പൊ ട്രെൻഡിങ്. ഇത് കൊള്ളാൻ തോന്നല്ലേ? ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെടാമോ? കൊള്ളാമോ? അച്ഛന് പുച്ച മൊത്തം. അച്ഛന് ജീൻസും കൂടെ നോക്കാം കേട്ടോ. ഏത് ടൈപ്പ് വേണ്ട? ബാഗി പാന്റ് ഉണ്ട്. വലുതായിട്ടിരിക്കും. അന്ന് ഇട്ടു നോക്ക അച്ഛൻ, ചുമ്മാ ഒന്ന് ഇട്ടു നോക്ക്. അച്ഛൻ നോക്കട്ടെ, എന്നാ ട്രൈ നോക്ക്. ജീൻസിന് വേണ്ടേ? ഈ ഓണത്തിനൊക്കെ ഈ ചാക്കി കയറി ഓട്ടം കണ്ടിട്ടുണ്ടോ? നിങ്ങള് ഇട്ടിട്ട് നടക്കുമ്പോ അതുപോലെ ആവും. അച്ഛൻ ഒരു ബാഗി പാൻറ് കയറിട്ട് വിട്ടിട്ടു. പോരും പോരും. അച്ഛ കൊള്ളാച്ചാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അമ്മ രസൂലിയമ്മ അതിങ്ങനെ കിടക്കുന്ന ഇത്രയും വലുത് വേണം. അതല്ല മറ്റേ നമ്മള് അരി പൊടിപ്പിക്കുന്ന മില്ലില്ലേ ഒരു സാധനം ഇടും. അച്ഛ ഈ പാൻറ് ഇട്ടോ അച്ഛാ? ഇത് ഇതൊക്കെയാണോ അച്ഛാ? ഓക്കെ അല്ലേ? ഇനി അമ്മയ്ക്ക് എടുക്കാം ഡ്രസ്സ്. ഇത് ഇങ്ങനെ ഇരിക്കുന്ന 2 ധ്രുവ, ഒന്ന് ചൊവ്വ ഒന്ന് വ്യാഴവും, നടുക്ക് ബുധൻ. ഇടപെട് കമോൺ. കൊള്ളാൻ വെച്ചത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയാണോ? നല്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോ രണ്ടിങ്ങനെ പിണങ്ങിയിരിക്കുന്നതൊക്കെ. അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് കൊള്ളാമോ? ഒന്ന് ഇട്ട് നോക്ക്. ലാച്ച വേണോ അച്ഛനെ? ലാച്ച നീ മേടിച്ചു. നീ കെട്ടാൻ പോകുന്ന പെണ്ണിന് ലാച്ചായി കൊടുക്കുക. ഇല്ല, എനിക്ക് അച്ഛനെ മേടിച്ചു തരണം. എനിക്ക് വേണ്ട. ശരി, കളറുണ്ട്, എന്നാലും കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ട്. ഇത് വലിയ രസമില്ലെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ കറങ്ങിക്കോ. ഇത് രസമുണ്ട് കേട്ടോ, കൊള്ളാം കാണാൻ. ഈ സൈഡ് നോക്കട്ടെ. ഇത് അച്ഛൻ സെലക്ട് ചെയ്താണ് കേട്ടോ. ഇത് കൊള്ളാം. ഓ ഏതൊക്കെ മാറ്റിനെ എന്റെ മോനെ. ടീച്ചർമാരൊക്കെ ഇടുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ചുരിദാറൊക്കെ ടീച്ചേഴ്സ്, ഒരു ടീച്ചർ ലുക്ക് ഉണ്ട് അമ്മയ്ക്ക്. ഇപ്പൊ മന്ദബുദ്ധി ആണെങ്കിലും ലുക്കൊക്കെ ഉണ്ട് ടീച്ചറിന്റെ. ഓക്കെ, സെലക്ട്. ഇഷ്ടപ്പെട്ടോ? ഉപ്പ് പുട്ടിന്. ഓ പുട്ട് ഉപ്പ് കൂടിയതാണ് പ്രശ്നം. പുട്ട് തോനെ ആയോണ്ടല്ലോ പ്രശ്നം, ഉപ്പിന്റെ പ്രശ്നമായിരുന്നല്ലേ? എനിക്ക് പിന്നെ പ്രഷറുണ്ട്, അതുകൊണ്ട് ഉപ്പ് കഴിച്ചുകൂടാ. ഉപ്പ് കൂടി ഇല്ല, ഇട്ടൂടാ. ഉപ്പ് ഇല്ലായിരുന്നു അങ്ങനെ.
ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. നമ്മൾ എന്താണ് കഴിക്കുന്നത്? മന്തി. നമ്മുടെ ദേശീയ ഭക്ഷണം പുട്ട്, മന്തി. പക്ഷെ അച്ഛൻ പുട്ടിന്റെ ഒരു ഫാനാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ചില്ലി ചിരട്ട എല്ലാം കൊടുക്കരു അല്ലെങ്കിൽ ആക്കരി കൊടുക്കും. ഫ്രീ. ഒരു പൈസയും വേണ്ട, ഫ്രീക്ക്. ഞാൻ ഹാപ്പിയാ, എനിക്കിത് മതി. ചൂട് മന്തില്ല, ചൂട് മന്തി. അടിപൊളി. കഴിച്ചിട്ട് വരാവേ. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. അങ്ങനെ ഫൈനലി 8 ലക്ഷം സബ്ബായി കേട്ടോ. ഇനി 2 ലക്ഷം കൂടെ ആകുമ്പോഴത്തേനും 1 മില്യൺ ആവും. പക്ഷെ ഈ വർഷം കൊണ്ട് എനിക്ക് 1 മില്യൺ ആക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കുഴപ്പമില്ല, സമയം എടുത്തിട്ടായാലും ആയാൽ മതി. അങ്ങനെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് കടന്നിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 1 മില്യൺ അടിക്കണം, അതാണ് ലക്ഷ്യം. 1 മില്യൺ അടിക്കുമ്പോൾ മറ്റേ ഗോൾഡൻ പ്ലേ ബട്ടൺ. എൻ്റെ കയ്യിൽ സിൽവറും ഗോൾഡും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. കുഴപ്പമില്ല. ഏകദേശം ഇപ്പം എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ ഇനി ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നാളെ വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ്, കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ സർപ്രൈസ് സംഭവങ്ങളൊക്കെ ഉണ്ട് നാളെ. അപ്പം അതൊക്കെ നാളെ വരുന്നതാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.